നമുക്കൊരു നല്ല ദം ബിരിയാണി ഉണ്ടാക്കിയാലോ? നമുക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിന് ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. കുറച്ചിട്ടോ. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് വേവുന്നത് വരെ നമുക്ക് അടച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിടാനും മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അത് വെന്തിട്ടില്ല, നമ്മൾ ഉപ്പിടാൻ മറന്നതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊക്കെ നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാം. നമുക്ക് കുറച്ച് നെയ്യും അതേപോലെ ഓയിലും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത് വറുത്തെടുക്കാം. ഇത്രയും ഓയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്രയും ഓയിലൊക്കെ യൂസ് ചെയ്യണതെന്ന്. പക്ഷേ ഈ ഓയിലിന് നല്ല ടേസ്റ്റ് ആവും. നമ്മൾ ഇത് എന്തായാലും വേസ്റ്റ് ആക്കില്ല. ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓയിൽ യൂസ് ചെയ്യും. ഇനി നമുക്ക് പൊടിയായി അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. പാത്രത്തിൽ വെള്ളം ഇട്ടിട്ട് തിളപ്പിക്കാം. എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ബിരിയാണി അരി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെ പാതി വേവാകുമ്പോൾ നമുക്ക് ഇത് ഊറ്റിയെടുക്കാം. നമുക്കിനി ഇത് ലെയറാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബാക്കി വന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയറായിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ അടുത്ത ലെയർ വറുത്ത ക്യാരറ്റും സവാളയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് ചിക്കൻ്റെ തന്നെ വീണ്ടും ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ബാക്കി വന്ന ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്നത് പട്ടയും ഗ്രാമ്പും ഒക്കെ അത് ഇനി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ദമ്മിട്ട് വെക്കാം. നല്ല ചൂടുള്ള ബിരിയാണി റെഡി. എല്ലാവരും വരിക കഴിക്കാൻ.